വേലിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡ് മെമ്പറായ ജിഷ്ണു കുട്ടികൾക്ക് കളി ഉപകരണങ്ങളും പുസ്തകവും വാങ്ങി നൽകി. ഇലക്ഷൻ കാലത്തെ കുട്ടികൾക്ക് നൽകിയ വാക്ക് നടപ്പിലാക്കിയതിന്റെ സന്തോഷത്തിലാണ് വാർഡ് മെമ്പർ. ഇലക്ഷൻ കാലത്ത് വോട്ട് തേടി വാർഡിലൂടെ പോകുമ്പോഴാണ് കുട്ടികൾ കളിക്കുന്നത് കണ്ടത്. പൊട്ടിയ ബോളുമായി കളിക്കുന്ന കുട്ടികളോട് ഇലക്ഷന് ജയിച്ചാലും തോറ്റാലും കുട്ടികൾക്ക് പുതിയ ഫുട്ബോൾ വാങ്ങിത്തരാമെന്ന് ജിഷ്ണു പറഞ്ഞു. കുട്ടികൾക്ക് ഒരു തമാശയായി തോന്നിയെങ്കിലും തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ജിഷ്ണു വിജയിയായി. ഗ്രാമസഭയ്ക്ക് തന്നെ ഈ കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഫുട്ബോൾ ചോദിച്ചവർക്ക് ഫുട്ബോൾ മാത്രമല്ല, ക്രിക്കറ്റ് ബാറ്റ്, ബോള്, ഷട്ടിൽ ബാറ്റ്, ചെസ് ബോർഡ്, പാമ്പും കോണിയും മുതിർന്ന കുട്ടികൾക്കായി മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ അഗ്നിച്ചിറകുകൾ എന്ന ആത്മകഥയും സമ്മാനിച്ചു. APJ അബ്ദുൽ കലാമിന്റെ ഓരോരുത്തരും പരസ്പരം കൈമാറി പുസ്തകങ്ങൾ വായിക്കണമെന്നും കൈമാറുന്നതിന് മുമ്പ് വായിച്ചുകൊണ്ടിരുന്ന ആൾ പുസ്തകത്തെക്കുറിച്ചും അറിവ് നൽകണമെന്നും ഇക്കാര്യങ്ങൾ മാതാപിതാക്കളോട് പറയണമെന്നും വാർഡ് മെമ്പർ പറഞ്ഞു. കളിസ്ഥലങ്ങൾ ഇല്ല, അതായത് പൊതുവായ കളിസ്ഥലങ്ങളില്ല. പിന്നെ ഉള്ളത് ആരാധനാലയങ്ങൾ, പ്രത്യേകിച്ചും ചെങ്ങളം, അതുപോലെ എളംകുളം അമ്പലം എന്നിവിടങ്ങളിലെ മൈതാനങ്ങളാണ് ആളുകൾ കായിക പരിശീലനത്തിനായിട്ട് ഉപയോഗിച്ച് വരുന്നത്. നമ്മൾ അധികാരത്തിൽ വന്നപ്പം പരമപ്രധാനമായ ഒരു ലക്ഷ്യമായിരുന്നു ടർഫ് നിർമ്മിക്കുക എന്നത്. എന്നാൽ ടർഫ് നിർമ്മിക്കുന്നതിനും അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ മുതിർന്ന വയോജനങ്ങൾക്ക് വേണ്ടിയൊക്കെ കായിക പരിശീലനത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടി സ്ഥലം കണ്ടെത്തുക എന്നത് ബഡ്ജറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്മിറ്റികളിലെല്ലാം തന്നെ നമ്മളത് നിരന്തരമായി പറഞ്ഞിരുന്നു. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ആരെങ്കിലും ഇതിന് മുന്നോടിയായിട്ട് സ്ഥലം അനുവദിച്ചു തന്നാൽ മാത്രമേ നമുക്ക് ഇത് നമ്മുടെ ആ പ്രാരംഭഘട്ടം എന്നുള്ള രീതിയിൽ ഇത് തുടങ്ങി വെക്കാൻ പറ്റുകയുള്ളൂ. അപ്പം നമ്മളതിനെ ഏറ്റവും നമ്മുടെ അടിസ്ഥാനപരമായ ഒരു ആവശ്യമായിട്ട് തന്നെയാണ്. കാരണം ഇന്നത്തെ തലമുറ മൊബൈലിൽ അഡിക്ഷനായിട്ടാണ് പോകുന്നത്. കാരണം ഒരു വീട്ടിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പം അച്ഛൻ, അമ്മ അല്ലെങ്കിൽ സഹോദരങ്ങളുണ്ട്, ഇവരെല്ലാം മൊബൈലിന് പുറകെയാണ്. ഇത് കണ്ടു വളരുന്ന കുട്ടികളും എന്ത് ചെയ്യും? മൊബൈലിൽ അഡിക്റ്റായി പോവുകയാണ്. അങ്ങനെ മൊബൈലിലേക്ക് ഒതുങ്ങി നിൽക്കാതെ കുട്ടികൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കായിക പരിശീലനം, അതോടെ അവർക്ക് ക്ഷമ, അതുപോലെ തന്നെ ആത്മവിശ്വാസം, അതുപോലെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാനുള്ള കഴിവ്, ഇവയെല്ലാം ഉണ്ടാകും. i4A ന്യൂസ്, പാല.